നല്ല ആരോഗ്യവും മെച്ചപ്പെട്ട ഒരു വരുമാനമാർഗവും സ്വസ്ഥമായ ഒരു കുടുംബാന്തരീക്ഷവുമുണ്ടെങ്കിൽ ഈ യൗവനം ആസ്വാദ്യകരമാണ്. എന്നാൽ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ ആസ്വാദനത്തിൻ്റെ യഥാർത്ഥ തലങ്ങൾ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? വിശ്രമമില്ലാത്ത അധ്വാനങ്ങൾ കുടുംബത്തിൻ്റെ സുസ്ഥിരമായ ഒരു ഭാവിക്കു വേണ്ടിയാണ് എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സമ്പാദ്യം അവരുമായൊത്തുള്ള ഒഴിവുവേളകളും ഇടപെടലുകളുമാണെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നു. ക്ഷണികമായ ജീവിതയാത്രയിൽ കൂട്ടും കരുത്തുമായി കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ കൂടെ ജീവിക്കാൻ പുറപ്പെട്ട ഇണയെ പലപ്പോഴും പരിഗണിക്കാൻ സമയം കിട്ടാതെ വരുന്നു. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പുവെക്കാൻ സ്കൂളിൽ ചെല്ലുന്ന ഒരു രക്ഷിതാവിൽ ഉപരി മക്കളെ എപ്പോഴും വേണ്ടവിധം താലോലിക്കാൻ സമയം കാണാതെ പോകുന്നു. താനാകുന്ന വ്യക്തിയെ വാർത്തെടുക്കാൻ പ്രാർത്ഥനയാലും പ്രവർത്തനങ്ങളാലും കൂടെ നിന്ന മാതാപിതാക്കളെ അടുത്തിരുന്ന് പരിചരിക്കാൻ മനസ്സ് വിസമ്മതിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാകുന്ന ഈ യുവത്വം അറിഞ്ഞോ അറിയാതെയോ നാം നഷ്ടപ്പെടുത്തിക്കളയുന്നു. തീർച്ചയായും നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വരാനിരിക്കുന്ന സമ്മേളനം മഹത്തായ ഒരു വഴിത്തിരിവാണ്. യുവത്വം നിർവചിക്കപ്പെടുന്നു. 2024 ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറത്ത് നടക്കാനിരിക്കുന്ന മഹാസമ്മേളനം ഉത്തരം നൽകുന്നത് ഇത്തരം ചില പ്രതിസന്ധികൾക്കാണ്. നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യുവത്വം നിർവചിക്കപ്പെടുന്നു.